വർക്കെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഒരു കൊതി ദോശ കഴിക്കാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് എന്താ തക്കാളി ചമ്മന്തിയും ഒരു കോക്കനട്ട് ചട്നിയാണ് ഞാനിവിടെ കുക്ക് ചെയ്യാൻ പോണത്. പിന്നെ ഇതെല്ലാം സിമ്പിളായിരിക്കും. ഒരു കുഞ്ഞു കുക്കിംഗ് വ്ളോഗായിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. അപ്പോൾ ഞാനെല്ലാം കുക്ക് ചെയ്യണത് വളരെ സിമ്പിളായിരിക്കും. പെട്ടെന്ന് എങ്ങനെ കഴിയാൻ പറ്റും അങ്ങനത്തെ കുക്കിംഗ് മാത്രമായിരിക്കും നിങ്ങളെൻ്റെ കാണുന്നത് അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം ഉണ്ടാക്കുന്നത് തക്കാളി ചമ്മന്തി കേട്ടോ. തക്കാളി ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ആദ്യം പാനൊന്ന് ചൂടായതിന് ശേഷം ഓണിയൻസ് ഇടും. ഓണിയൻസ് ഇട്ടതിന് ശേഷം നമ്മുടെ റെഡ് ചില്ലീസ്, സോൾട്ട്, പിന്നെ കുറച്ച് നേരം അതൊന്ന് ബ്രൗൺ കളർ ആകുമ്പോഴേക്കും ഞാൻ കുറച്ച് തക്കാളി ഇടും. തക്കാളി നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നല്ല മുളക് പൊടിയെല്ലാം ഇട്ടെടുക്കും. പിന്നെ ഈ ദോശ കഴിക്കാൻ തുടങ്ങിയത് ഞാൻ പ്രഗ്നൻ്റ് ആയതിന് ശേഷം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ദോശ. ഇപ്പോഴും ഞാൻ കഴിക്കാറുണ്ട് ദോശ. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ് കുറച്ചും കൂടെ മാറ്റി വെച്ച് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് വേഗം വന്ന കോക്കനട്ട് ചട്നി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് എല്ലാം ചെയ്യണേന് വേഗം നല്ല വിശപ്പുണ്ട്. വർക്കും കൂടി കഴിഞ്ഞ് വന്നതാണല്ലോ. അപ്പോൾ ഞാൻ ഫ്രോസൺ ആയിട്ട് ഇവിടെ വാങ്ങിക്കണം. ഫ്രോസൺ ആയിട്ട് കിട്ടുന്നതാണ് വാങ്ങിക്കണം. അതും കുറച്ച് കോക്കനട്ടും പിന്നെ റെഡ് ചില്ലീസും ജിഞ്ചറും പിന്നെ കൊറിയാൻഡർ ലീവ്സും ആണ് ഇടുന്നത്. അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിൽ ഞാൻ കടുക് ചൂടാകാൻ വെച്ചതിന് ശേഷം നമ്മുടെ മുളകും പിന്നെ വേപ്പിലയും കൂടി ഇട്ടെടുത്ത് അതിലേക്ക് ഞാൻ ഒഴിക്കണതായിരിക്കും നിങ്ങളിവിടെ കാണുന്നത്. അപ്പം സംഭവം രണ്ടും പെട്ടെന്ന് തന്നെ സെറ്റായല്ലേ. ഇനി ദോശയും കൂടി ഉണ്ടാക്കിയിട്ട് ഞാൻ വേഗം വരാം. അപ്പം നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ വിശപ്പും മാറി, ഇന്നത്തെ കുട്ടി ഡിന്നറും കൂടി